എന്റെ കുഞ്ഞിനെ ആരാ പിടിച്ചോണ്ട് പോയത്? എന്തിനാ അവനോടത് ചെയ്തേ? എന്റെ ദേവി, ആ ദുഷ്ടന്മാർ അവനെ ഒന്നും ചെയ്യല്ലേ. എന്തെങ്കിലും ഒന്ന് ചെയ് തമ്പിയേട്ടാ. താൻ വിഷമിക്കാതെ ശ്രീകളെ, സന്ദീപൻ ഒന്നും സംഭവിക്കില്ല. എന്റെ ബലമായ സംശയം ദേവൂട്ടിയുടെ കല്യാണം മുടക്കാൻ സന്ദീപിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ശ്രമങ്ങളുണ്ടാവും തോന്നിട്ടാവും അവനെ അവര് പിടിച്ചോണ്ട് പോയത്. അങ്ങനാണെങ്കി ഇനിയിപ്പോ അവര് കല്യാണം കഴിഞ്ഞിട്ടേ സന്ദീപിനെ വിടും, അല്ലേ ഡാഡി? എന്നാ പിന്നെ ആ ഗഗന്റെയും വീട്ടുകാരുടെയും പേരില് നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ തമ്പിയേട്ട? കല്യാണം നടത്താൻ നമ്മുടെ മോനെ തടങ്കലിൽ വെക്കുന്നത് എന്ത് മര്യാദയാ? അല്ല, കേസൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല. തനിക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് പോലീസിൽ പരാതിപ്പെടാം. പക്ഷേ അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അയ്യോ, ഒന്നാമത് ആ ഗഗൻ എന്ന് പറയുന്നവൻ ഇവിടുത്തെ ഒരു ലോക്കൽ ഗുണ്ടാ നേതാവാ. അതുകൊണ്ട് തന്നെ പോലീസിൽ അയാൾക്ക് നല്ല പിടിപാടുണ്ടാവും. അപ്പൊ പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കാര്യമായ സഹകരണമൊന്നും പ്രതീക്ഷിക്കണ്ട. അപ്പൊ പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യും തമ്പിയേട്ട? എനിക്ക് എന്റെ മോനെ ഇപ്പൊ കണ്ടേ പറ്റൂ. അമ്മ, നീ ഇവിടെ ഇരുന്ന് പദം പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല ശ്രീകലെ. അവൻ തിരിച്ചു വരണമെങ്കിൽ അമ്മയുടെ നടക്കിൽ വന്ന് കൈകൂപ്പി അപേക്ഷിക്കേ. ചെയ്തു പോയ പാപങ്ങളും ദ്രോഹങ്ങളും പൊറുക്കണേന്ന് മാപ്പ് അപേക്ഷിക്കേ. എന്റെ കുഞ്ഞിനെ കാത്തോണേ. മുത്തശ്ശി എങ്ങോട്ടാ? ദേവിയുടെ തിരുമുമ്പിൽ ചെന്ന് എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ ദേവി. ആ മോളെ, നീ ശ്രീകലെ റൂമിൽ കൊണ്ട് കിടത്ത്. കുറച്ചു നേരം ഒന്ന് മയങ്ങട്ടെ. അമ്മ പറഞ്ഞത് ശരിയാ. ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ ഒരു കാര്യത്തിൽ എതിർക്കില്ലായിരുന്നു. എന്നുവെച്ചാ ശ്രീലാമ എന്താ ഉദ്ദേശിച്ചേ? അവസാന നിമിഷം സന്ദീപ് ദേവൂട്ടിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ച അത് സമ്മതിക്കുന്നോ? അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്നാലും അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവനോട് ഇവിടെ നിന്നോളാം ഞാൻ സമ്മതിച്ചേനെ. എടോ, ഇപ്പൊ തന്നെ അതേപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് മോളെ. ചെല്. വാ ശ്രീകലാമേ. എന്റെ കുഞ്ഞ്. വിദ്യാമ്മ എത്തിയല്ലോ. അംബികാമ്മ ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ? ആ സമയത്ത് എന്റെ മോനെയും കൂട്ടി ഞാൻ വന്നപ്പോ ഞങ്ങൾക്ക് വിദ്യാമ്മ അവിടെ അഭയം തന്നില്ലേ, അതുകൊണ്ട് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റി. എങ്ങനെയാ ഇതിനൊക്കെ നന്ദി പറയാ? കിഷനെ സ്വന്തം മോനായിട്ട് ഏറ്റെടുത്തോ അംബികാമ്മ? ഇവൻ എന്റെ മോൻ തന്നെയാ. അംബികാമ്മയ്ക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കില് എന്നെ മോനായിട്ട് തന്നെ കണ്ടോ? എനിക്കും അംബികാമ്മ അമ്മയെ പോലെ തന്നെയാ. വിദ്യാമ്മ, ഞാൻ 2-3 ദിവസം നല്ല തിരക്കാവും. അതുകൊണ്ട് അംബികാമ്മയെ വിദ്യാമ്മയെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് വിചാരിക്കുക. എന്താ കിഷൻ, എന്തേലും പ്രശ്നമുണ്ടോ? ദേവചിച്ചിയുടെ കാര്യത്തില് ഉടനെ എന്തെങ്കിലും ചെയ്യണം വിദ്യാമ്മ.
ആ ഗഗനും കൂട്ടരും ദേവു ചേച്ചിയെ ചതിക്കാനുള്ള പുറപ്പാടില്ല. സന്ദീപേട്ടനാണെങ്കിൽ മടങ്ങി പോവുകയും ചെയ്തു. സന്ദീപും പ്രശ്നത്തിലാണ് കിഷൻ. ഇന്നലെ കുടുംബത്തോടൊപ്പം മടങ്ങിപ്പോയ സന്ദീപിനെ വഴിയിൽ വെച്ച് ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. നേരാണോ വിദ്യാമ്മേ? വിദ്യാമ്മയോട് ആര് പറഞ്ഞു? രാവിലെ സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അയാളുടെ മുത്തശ്ശി ക്ഷേത്രത്തിൽ വന്നിരുന്നു. പാവം എന്നെ കണ്ട് ഒരുപാട് സങ്കടം പറഞ്ഞു. സന്ദീപിനെ ആര് കൊണ്ടുപോയെന്നോ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നോ ആർക്കും അറിയില്ല. എങ്കിലത് ഉറപ്പായിട്ടും ഗഗന്റെ ആൾക്കാർ തന്നെയായിരിക്കും വിദ്യാമ്മേ. സന്ദീപേട്ടനും ദേവു ചേച്ചിയും എനിക്ക് രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി എന്ത് ചെയ്യാനാ കിഷന്റെ ഉദ്ദേശം? ഇന്ന് ദേവു ചേച്ചിയുടെ മഞ്ഞൾ കല്യാണമാണ്. അവിടെ പോയി ഗഗന്റെ അവന്റെ അമ്മാവന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കും. അങ്ങനെയെങ്കിലും ദേവു ചേച്ചി ആ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിലെ അപകട സാധ്യത കൂടി കിഷൻ മനസ്സിലാക്കണം. എനിക്കറിയാം വിദ്യാമ്മേ. പക്ഷേ അറ്റ കൈക്ക് ഇതല്ലാതെ എന്റെ കയ്യില് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഞാനൊരു സംശയം ചോദിച്ചോടെ വിദ്യാമ്മേ? ഗഗനുമായിട്ടുള്ള ദേവു ചേച്ചിയുടെ കല്യാണം നടക്കൂ? മൂകാംബിക സന്നിധിയിൽ വെച്ച് 2 ദിവസത്തിനുള്ളിൽ ദേവുട്ടിയുടെ താലികെട്ട് നടക്കും. പക്ഷേ ആ മംഗല്യസൂത്രം അവളെ അണിയിക്കുന്നത് ആരാണ്? അത് മാത്രം എനിക്കിപ്പോ പറയാൻ കഴിയില്ല. എന്റെ ദേവി, അത് സന്ദീപേട്ടൻ തന്നെ ആയിരിക്കണേ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സാക്ഷാൽ മൂകാംബികാ ദേവി നടത്തിത്തരട്ടെ. ശരി വിദ്യാമ്മേ, എന്നാ ഞാൻ പോയിട്ട് വരാം. മോനെ, നീ കുഴപ്പം പിടിച്ച പണിക്കൊന്നും പോണ്ട. എന്തെങ്കിലും പറ്റിയാലോ നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. കിഷന് ദേവുട്ടി സ്വന്തം ചേച്ചിയെ പോലെയാ. കിഷൻ മകനാണെങ്കിൽ ദേവുട്ടിയും അംബികാമ്മയുടെ മകള് തന്നെയല്ലേ. മകളെ രക്ഷിക്കാൻ മകനെ അനുഗ്രഹിച്ചയക്കേണ്ടത് അമ്മയുടെ കടമയല്ലേ.